Hi friends, Assalamu alaikum. Bismi കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചേരുവകളെല്ലാം മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ക്ലീനായ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിലാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ കുറച്ച് ഫ്രിഡ്ജിലിരുന്ന കോഴിമുട്ടയും കുഴപ്പമൊന്നുമില്ല. ഒരു അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ നമ്മൾ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കപ്പളവൊന്നും ഇല്ലെങ്കിലും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കപ്പളവ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ഗ്ലാസ് ഇതിന് അളവായിട്ട് വെച്ചാൽ മതിയാകും. ഇനി ക്ലീനായ ഒരു ബൗളിലേക്ക് നമുക്ക് ഈ അടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഭാഗത്തേക്ക് നീക്കി വെക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ ഒരു ക്ലീനായ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസിനായിട്ട് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. അതിൻ്റെയോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മിക്സിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് കുറച്ചായിട്ട് അരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഈ മിക്സിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ ഒരുപാട് ബലം കൊടുത്ത് മിക്സ് ചെയ്യാതിരിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ടൈറ്റ് തോന്നുന്ന സമയത്ത് കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മളിതൊന്ന് ലൂസാക്കി എടുക്കണം. ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ പാല് ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലൊരു പാത്രത്തിലാണ് ഞാനിത് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലൊരല്പം ഓയിലൊക്കെ ഒഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കേക്ക് നമുക്ക് ഏതൊരു സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്ക് കൂടിയാണ്. ബാറ്റർ മുഴുവനായും ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിനായിട്ട് ഒരല്പം ബദാം ക്രഷ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പോ അതുപോലെ തന്നെ പിസ്തയോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഇറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അത് മാറ്റാൻ മറന്നു പോകരുത്. 40 മിനിറ്റാണ് നമുക്കിത് ബേക്ക് ആകാനുള്ള സമയം വന്നത്. 40 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുത്തി നോക്കാം. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നീക്കം ചെയ്യാം. നല്ല സ്പോഞ്ചിയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല അടിപൊളിയാണ്, നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണിൽ ഒന്ന് തൊട്ട് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.